ഹായ് ഹലോ. അപ്പോൾ അതായത് ചിങ്ങ ഒന്ന് തൊട്ടുള്ള വീഡിയോ ആണ്. ഞാൻ പല പല കുട്ടി വീഡിയോ എടുത്തു വെച്ചിട്ട് അതെല്ലാം കൂടി ഒരു വ്ളോഗാക്കിയാണ് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ രാവിലെ നമ്മൾ ചിങ്ങ ഒന്നിന് രാവിലെ കാഞ്ഞൂർ അമ്പലത്തിൽ പോവാം കേട്ടോ. ഞാനും വിഷുവും കണ്ണൻചേട്ടനും കൂടി കാഞ്ഞൂർ അമ്പലത്തിൽ പോകുന്ന വഴിയാണേ. പാമ്പുണ്ടാ? ഇത് എല്ലാ വർഷവും നടന്നു വരുന്നൊരു ആചാരമാണ് കേട്ടോ. കാരണം എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ നമ്മുടെ വീടുകളിലൊക്കെ ചിങ്ങമാസം ആകുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു തൂക്കലും തുടയ്ക്കലും അടുക്കിപ്പെറുക്കലും ഒക്കെ നടത്താറില്ലേ. ഇതുപോലെ തന്നെ എനിക്ക് അവധി കിട്ടിയ സമയങ്ങളിൽ ഞാൻ ചെയ്തതാട്ടോ. നമുക്ക് ഒന്നിച്ച് എനിക്ക് ടൈം കിട്ടാറില്ല സ്കൂളിൽ പോകുന്നതുകൊണ്ട്. അതുപോലെ വിഷു മഹാവഴക്കാളിയായതുകൊണ്ട് എനിക്ക് ഒട്ടും ടൈം കിട്ടാറില്ല. അതുകൊണ്ട് കിട്ടുന്ന ടൈമിലൊക്കെ തൂക്കലും തുടയ്ക്കലും പാത്രങ്ങൾ കഴുകലും അങ്ങനെ അത്യാവശ്യം വേണ്ട ജോലികളൊക്കെ ഞങ്ങൾ ഒതുക്കി വെച്ചു. ഫ്രിഡ്ജിനകമൊക്കെ മഹാമോശമായി കിടക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ആക്കിയെടുത്തു. ഇവനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പണ്ടൊക്കെ പല പല വീടുകളിലും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ കുറച്ച് ബോട്ടിലാക്കി വെച്ചാണ് ഇന്നാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. പൂക്കൂടെ ഒന്ന് കാണിച്ചേ, അമ്മയൊന്ന് കാണിച്ചേ ഇങ്ങോട്ട്. അതിന് പൂ പറിച്ച് അതിൽ കൊണ്ടുവന്നിട്. അല്ല, നല്ല പൂവാണോ? നാളെയും പൂ തരണേന്ന് പറ അവളോട്. പൂക്കൂടെ കൊണ്ടുവന്നിട വിഷുവിന്റെ പൂക്കൾ. അത്തപ്പൂടാനാ? എന്തിനാ അത്തപ്പൂ ഇടുന്നേ? ആർക്കാ നമ്മൾ അത്തപ്പൂ ഇടുന്നേ? ഓണത്തപ്പന്. ആർക്കാ? ആ, പെറുക്കി വെയ് വിഷു. ഓരോ പൂ എടുത്ത് വെയ്. അങ്ങനെ ഞങ്ങൾ ഓണത്തിൻ്റെ പൂക്കളം വിട്ടു. ഞാനും അമ്മയും കിച്ചുവും കൂടെ ആണ് പൂക്കളം വിട്ടത്. ഞങ്ങൾ ആദ്യം ചോക്ക് വെച്ച് ഡിസൈൻ ഒന്ന് വരച്ച് നോക്കി. അപ്പം വെള്ള ചോക്കും വെള്ള ടൈലും കൂടെ ആവുന്നതുകൊണ്ട് എടുത്തറിയുന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഡിസൈൻ ചെയ്തു. ഈ ഇലയൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ പറമ്പത്ത് നിന്ന ഇലയാണ് കേട്ടോ. ആവശ്യമാ കട്ട് ചെയ്തിട്ടേ. പക്ഷേ ഇട്ട് വന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് ഫൈനൽ ലുക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷ ചെയ്യലും നന്നായിട്ട് ഞങ്ങൾക്ക് ഇടാൻ കഴിയും. ഇത് തിരുവോണ ദിവസം രാവിലെ നമ്മൾ സദ്യ ഒരുക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. അധികം വിഭവങ്ങളൊന്നും ഇത്തവണ ഉണ്ടായിരുന്നില്ല. പച്ചക്കറി അരിയുന്നതിൻ്റെ ഇടയ്ക്കൂടെ ഒരു കൈ വരുന്നുണ്ട്, ഒരു കുഞ്ഞിക്കൈ. അതാ മറ്ററിയില്ല, വിഷുവിൻ്റെ ആണ്. അവൻ ക്യാരറ്റ് വെറുക്കാൻ വേണ്ടി ഓടി വന്നത്. ഇഷ്ടമാണോ ക്യാരറ്റ്? മുയലാണോ ഇയാള്? മുയലാണോ? ക്യാരറ്റുകാരനാണോ? മിക്സിയിലൊന്ന് അരച്ചേ. അവിയനുള്ള പച്ചക്കറിയെല്ലാം അരിഞ്ഞു മാറ്റിയതിന് ശേഷം ബീട്രൂട്ട് നമ്മളൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക ചെയ്ത് എളുപ്പത്തിന് വേണ്ടി. അതിനുശേഷം പുളിശ്ശേരിയിൽ നമ്മളിവിടെ വെള്ളരിക്കയാണ് ഇടുന്നത്. അപ്പോൾ വെള്ളരിക്ക എല്ലാം അരിഞ്ഞു. അങ്ങനെ തേങ്ങയെല്ലാം തിരുമ്മി എല്ലാം സെറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും അമ്മ ഇവിടെ ഇന്ന് രാവിലെ നമുക്ക് പാലപ്പമായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് പാലപ്പവും അതിൻ്റെ കൂടെ ചിക്കൻ കുറുമിയായിരുന്നു. അപ്പം തോരനെല്ലാം ഇവിടെ തേങ്ങയൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ തോരൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴേ വിഷുവിന് പിന്നെ ഭയങ്കര വാശിയും വഴക്കും കരച്ചിലും ഒക്കെ ആയി. അങ്ങനെ അവനെ ഞാൻ അമ്മേനെ ഏൽപ്പിച്ചു. അങ്ങനെ ആ ഒരു ടൈമിൽ തന്നെ അപ്പം ചുടലും അതുപോലെ തന്നെ തോരൻ വയ്ക്കലും അവിയൽ റെഡിയാക്കലും എല്ലാം വേഗത്തിൽ തന്നെ നടന്നു. അങ്ങനെ നമ്മുടെ അവിയൽ റെഡിയായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ തോരനും റെഡിയായിട്ടുണ്ട്. പരിപ്പും മോരും അതുപോലെ തന്നെ മീൻ വറുത്ത അമ്മയായിരുന്നു വെച്ചത്. ഇത് മുള്ളുള്ള മീനല്ലേ?
അതിനുശേഷം വിഷുവിൻ്റെ അപ്പിക്ക് ഓണക്കോടിയായിട്ട് പോകാനാണ് കേട്ടോ. ആരും വന്ന് കയറിയില്ലെങ്കിലും ഫസ്റ്റ് വണ്ടി ചാടി കയറിയെല്ലാം ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അപ്പിയുടെ വീട്ടിൽ ചെന്നു. അപ്പിയുടെ വീട്ടിൽ അത്തമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വിഷു പിന്നീട് പൂക്കളത്തിന് ചുറ്റും ഓട്ടത്തോടോട്ടമായിരുന്നു. പിന്നീട് ഞങ്ങൾ രമ്യമ്മയുടെ വീട്ടിലോട്ടാണ് പോയത്. അവിടെ ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ തിരികെ വീട്ടിൽ വന്നു. ഊണ് കഴിക്കാൻ സമയമായപ്പം കറികളൊക്കെ വിളമ്പി വെച്ചു. പരിപ്പ്, ചിക്കൻ കുറുമ, തോരൻ, ബീട്രൂട്ട് തോരനാണ്. അതുപോലെ തന്നെ അവിയൽ, അച്ചാർ നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിരുന്നതാണ്. മീൻ വറുത്തത്, പപ്പടം, ഇതൊക്കെയായിരുന്നു. ഇതിവിടുത്തെ അപ്പൂപ്പനാണെങ്കിൽ നമ്മൾ സദ്യ ഒരുക്കി വെച്ചതാണ്. അതിനുശേഷം വിഷു ഉണ്ണാൻ തുടങ്ങി. വറുത്തമീനോ? വറുത്തമീൻ വേണോ? ഇത് മുള്ള. ചിക്കൻ തരട്ടെ? ചിക്കൻ പായസം ഇപ്പോഴല്ല. വാരി വാരി തിന്നെ. ഇല്ല. സദ്യ എങ്ങനെയുണ്ട് വിഷു? ഓണസദ്യ എങ്ങനെ? സൂപ്പറാന്ന് എങ്ങനെ കാണിക്കുന്നേ? എങ്ങനെ കാണിച്ചേ? സൂപ്പർ. സദ്യ എങ്ങനെയുണ്ട്? സദ്യ എങ്ങനെയുണ്ട് വിഷു? ടേസ്റ്റ് വേണ്ട, അവന് പറയാൻ പോലും വേണ്ട. ടേസ്റ്റ് ആണോ? ടേസ്റ്റ് ആണ്. ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ഞങ്ങൾ വൈകിട്ട് എൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പം വൈകിട്ട് എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ആഹാരം കഴിച്ചത്. അവിടെ ബീട്രൂട്ട് പച്ചടി ഉണ്ടായിരുന്നു. പിന്നെ പരിപ്പ് കറി, ഞണ്ട് റോസ്റ്റ്, അവിയൽ, സാമ്പാർ, തോരൻ, മോരുകറി, പാവയ്ക്ക അച്ചാർ, മാങ്ങ അച്ചാർ, ഇഞ്ചി അച്ചാർ, ബീട്രൂട്ട് പച്ചടി, മീൻ വറുത്തത്, മീൻ കറി, പായസം, അങ്ങനെ ധാരാളം. വിഷുവിൻ്റെ ഓണക്കോടിയൊക്കെ ഇട്ടിട്ടേ ഞങ്ങൾ കാത്തുചേച്ചിയായിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയേക്കാം. അപ്പം നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.